സിദ്ധു, ബലരാമൻ വിളിച്ചിരുന്നു. ഇവന്റെയും മീരയുടെയും കല്യാണം എത്രയും വേഗം നടത്തണമെന്നാ പറയുന്നത്. ശരിയാണെന്ന് എനിക്കും തോന്നി. ഞാനതിനെ സമ്മതിച്ചു. എത്രയും വേഗം അത് നടത്തണം സിദ്ധു. അച്ഛന്റെ ഈ അവസ്ഥയില് പെട്ടെന്നൊരു കല്യാണത്തെ കുറിച്ചൊന്നും അമ്മ ആർക്കും വാക്ക് കൊടുക്കണ്ട. അതെന്താ? ഇത് നേരത്തെ തീരുമാനിച്ചു വെച്ച കാര്യമല്ലേ? അത് ശരിയാവില്ലെന്ന് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മീരയെ നീ കല്യാണം കഴിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പലവട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതൊന്നും ഞാൻ അവളെ വിവാഹം കഴിക്കാനുള്ള കാരണങ്ങളായി എനിക്ക് തോന്നിയിട്ടില്ല. അന്ന് മുതൽ ഞാൻ അമ്മയോട് പറയുന്നൊരു കാര്യമുണ്ട്. എനിക്ക് അവളെ എന്റെ ഭാര്യയുടെ സ്ഥാനത്ത് കാണാൻ പറ്റില്ല. ജീവിക്കേണ്ടത് ഞങ്ങൾ ഒരുമിച്ചാ. വേറെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ആറ്റിറ്റ്യൂഡ് മാറാൻ പോകുന്നില്ല. ഇതുവരെ പറഞ്ഞതുപോലെ അല്ല ഇപ്പോ. വെറുതെ ഒന്നും ആലോചിക്കാതെ തീരുമാനമെടുത്ത് നാണക്കേട് വരുത്തി വെക്കരുത്. നന്ദ, അമ്മ വെറുതെ ഒച്ച വെക്കണ്ട. ഇതൊരു ഹോസ്പിറ്റലാ. സുഖമില്ലാത്തൊരാളെ മുന്നിലുള്ളത്. ഇങ്ങനെയുള്ള ടെൻഷനൊന്നും അച്ഛന് കൊടുക്കരുത്. അത് മറക്കണ്ട. തൊട്ടുപോകരുത്. നിന്നെ ഞാൻ അനുഗ്രഹിക്കണം അല്ലേ? മരിച്ചാലും മായാത്ത മാനക്കേടുണ്ടാക്കി തന്നിട്ട് അതിൽ ചവിട്ട് ചെയ്യുന്നതുകൊണ്ട് നിന്നെ ഞാൻ അനുഗ്രഹിക്കണം അല്ലേ? പോയി ജീവിക്ക്. സന്തോഷായിട്ട് ജീവിക്ക്. നിന്റെ അച്ഛനും അമ്മയും ഇനി നീ ഒരിക്കലും കാണില്ല. വരദേ, നീ ഒന്ന് സമാധാനപ്പെട്. നീ ഒന്ന് എണീറ്റ് വന്നേ. മതി കരഞ്ഞത്. വിധി ഇങ്ങനെയെന്ന് കരുതി സമാധാനിക്കാനല്ലേ പറ്റൂ. ഞങ്ങൾ എങ്ങനെ സമാധാനിക്കണോന്ന് ഈ പറയുന്നു? എനിക്കൊന്ന് ചത്ത കെട്ടിയാ മതി. വരദേ, എന്താ വരദേ ഇത്? ഹലോ ഹലോ, ആരാ ഇത്? സുധയാ. സുധേച്ചി, ഞാൻ ഗൗരിയ. അമ്മയ്ക്കൊന്ന് ഫോൺ കൊടുക്കൂ. സമാധാനിക്ക് വരദേ. എന്നാലും എന്നെയും വാസേട്ടനെ അവള്. കുഞ്ഞമ്മേ, ദാ ഫോൺ. ഗൗരിയ. കൊണ്ടുപോടി അവിടുന്ന്. എനിക്ക് അവിടെ ശബ്ദമേ കേക്കണ്ട. ഇനി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തൊക്കെ പറഞ്ഞാലും നീ പെറ്റതല്ലേ? ഇല്ല, ഇനി ഞങ്ങൾക്ക് അങ്ങനെ ഒരു മോളില്ല. അങ്ങനെയൊന്നും പറയല്ലേ വരദേ. അങ്ങനെ
അങ്ങനെ ഒരുത്തിയെ പെറ്റത് എന്റെ സമയദോഷത്തിനാ. ഇവിടുന്ന് പടി ഇറങ്ങിപ്പോയപ്പോഴേ അവള് ഞങ്ങളുടെ മനസ്സിൽ നിന്ന് മരിച്ചുപോയി. എനിക്ക് അവളോട് ഒന്നും സംസാരിക്കാനില്ല. മനസാക്ഷി ഇല്ലാത്ത ജന്തു. വളർത്തി ഇത്രയാക്കിയവരോട് ഒരിത്തിരി നന്ദിയുണ്ട് അവക്ക്. ഇതിലും ഭേദം ഞങ്ങൾ രണ്ടുപേരെയും ഇതിനകത്തിട്ട് കത്തിച്ച് കളയായിരുന്നു. ഈ അപമാനം സഹിച്ച് ഞങ്ങൾ ഇനി എങ്ങനെ ജീവിക്കുന്നത്? അനുഭവിക്കും. ഞങ്ങളോടിത് ചെയ്തതിന് അവൾ അനുഭവിച്ച് ഈ ലോകം വിട്ടു പോവും. എടി, നീ ഇത്തിരി വെള്ളം എടുത്തോണ്ട് വന്നേ. ഇതുവരെ പച്ചവെള്ളം കുടിച്ചിട്ടില്ല ഇവള്. ഇതൊക്കെ എങ്ങോട്ട് കൊണ്ടുപോവാ? എന്താ ഈ ചെയ്യണേ? ഇതൊക്കെ അവളുടെ തുണിയടാ. ഇനി ഇതൊന്നും ഇവിടെ വേണ്ട. അവളുടെ ഓർമ്മകൾ പോലും ഇനി ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. കത്തിച്ചു കളയാൻ പോവുക. വരതേ, മകളുടെ ചിത കാണണ്ടേ? ഹലോ. വാ, വേഗം വാ. അയ്യോ ചിറ്റപ്പ, ചിറ്റപ്പ വേണ്ട. ചിറ്റപ്പ പറയുന്നൊന്ന് കേക്ക്. വേണ്ട ചിറ്റപ്പ. ചിറ്റപ്പ കത്തിക്കല്ലേ? വേണ്ട ചിറ്റപ്പ, വേണ്ട ചിറ്റപ്പ. ചിറ്റപ്പ ചിറ്റപ്പ കത്തിക്കല്ലേ? വേണ്ട ചിറ്റപ്പ. ചിറ്റപ്പ, ചിറ്റപ്പ വേണ്ട. ഞാനിതാ വരുന്നു. വരുതേ, എന്താന്ന് നോക്കട്ടെ. ചിറ്റപ്പ, ചിറ്റപ്പ എന്താ ഈ കാണുന്നത്? ചിറ്റപ്പ വാസുവേട്ടാ, വാസുവേട്ടാ. ഇതിലിപ്പോ ഇത്രയ്ക്കങ്ങ് സങ്കടപ്പെടേണ്ട കാര്യമില്ല. അച്ഛന്റെ അമ്മയുടെയും ഭാഗത്തുനിന്ന് ഇങ്ങനെയൊക്കെയുള്ള പ്രതികരണം ഉണ്ടാവും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ നമ്മൾ ചെയ്തത്. കുറച്ചു ദിവസം കഴിയുമ്പോ അവരുടെ ദേഷ്യമൊക്കെ മാറും. മോളെ കാണാൻ അവരിങ്ങോട്ടേക്ക് വരും. നോക്കിക്കോ. അങ്ങനൊന്നും ഉണ്ടാവില്ല. അത്രയ്ക്ക് വാശിയില്ല അച്ഛൻ. കൊന്നു കളയൂന്നും പറഞ്ഞ് വെല്ലു വിളിച്ചവര് വരെ അങ്ങനെ പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ വാശിക്ക് പറയുന്നത് ഇങ്ങനെയൊക്കെ. അവരുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ ഇങ്ങനെയൊക്കെയല്ലേ പെരുമാറൂ. എന്തൊക്കെയായാലും ശരി, ഈ വിവാഹത്തിട്ടെന്ന് രാവിലെ ഇങ്ങനെ ചെയ്തത് കുറച്ച് കടുപ്പായിപ്പോയി. അതുകൊണ്ടാ ഇത്രയും ദേഷ്യവും വാശിയും. 2 ദിവസം മുമ്പ് മുരളിയേട്ടൻ ഈ ബുദ്ധി തോന്നാത്തെന്താ? ഇവളോട് ഞാൻ ഇന്നലെ ചോദിച്ചതാ. സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല, എന്നെ പുച്ഛിച്ച് സംസാരിച്ചിട്ട് ഇവള് പോയത്. ഓഹോ, അപ്പൊ പണി നേരത്തെ തുടങ്ങിയായിരുന്നല്ലേ? ഇന്നലെ എന്താ പിന്നെ ഈ സാഹസത്തിന് മുതിരാത്ത? മൂഡ് തോന്നിയില്ലായിരുന്നോ? വഴിയിൽ തടഞ്ഞു നിർത്തി ഇറങ്ങി വരുമെന്ന് ചോദിച്ചാ ഞാനെങ്ങനെ വിശ്വസിക്ക? പെട്ടെന്ന് കണ്ടപ്പോ വെറുതെ അങ്ങനെ ചോദിച്ചെന്നാ ഞാൻ കരുതിയ. പിന്നെ എങ്ങനെ ഇപ്പൊ മനസ്സ് മാറി? വീട്ടിൽ കയറിവെന്ന് പറഞ്ഞപ്പോ സീരിയസ് ആണെന്ന് ബോധ്യപ്പെട്ടു. ഓ, അപ്പൊ പിന്നെ
ഇറങ്ങിച്ചെല്ലാതിരുന്ന മോശമല്ലേ? അത് മോശം, ഭയങ്കര മോശം. അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ മുരളിയേട്ടൻ ചമ്മി നാശമായി പോയേനെ. അല്ല, കയറി ചെന്നത് രണ്ടും കൽപ്പിച്ച് തന്നെയാ. ഇവൾ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞിരുന്നെങ്കിൽ തൂക്കിയെടുത്ത് വണ്ടിയിലിട്ടോണ്ട് പോകുന്നതിന് ഞാൻ അത് ഉറപ്പിച്ച് തന്നെ ഞാൻ അങ്ങോട്ട് ചെന്നത്. അച്ഛനവിടെ ഇല്ലാതിരുന്നത് ഭാഗ്യം. ആ അതെ, അല്ലെങ്കിൽ അവിടെ ചോരപ്പുഴ ഒഴുകിയേനെ. എടി, നീ ഒരുപാട് വലിയ തള്ളു തള്ളാതെ. അത് ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. എന്ന് വെച്ചാലേ ആ, മനസ്സിലായി. കൂടുതൽ വിശദീകരിക്കണ്ട. ആ വേണ്ടെങ്കി വേണ്ട. കരച്ചിലും പിഴിച്ചിലും ഒക്കെ കഴിഞ്ഞല്ലോ. ആ, രണ്ടുപേരും കൂടി വാ. അതിവിശിഷ്ട വിഭവങ്ങളാ ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. വന്നേ. വായിൽ വെച്ച് കഴിക്കാൻ പറ്റുന്ന വല്ലതും ആണോടി? അതെ, നാളെ മുതലങ്ങ് മനസ്സിലായിക്കോളും. അതെന്താ? അതങ്ങനെ അനുഭവിച്ചറിയാൻ പോവില്ലേ. ഇപ്പൊ രണ്ടുപേരും കൂടി അങ്ങോട്ടൊന്ന് കഴിക്കാൻ നോക്ക്. വന്നേ. നീ വിഷമിക്കണ്ട. നാളെ നമുക്ക് രണ്ടുപേർക്കും കൂടി അങ്ങോട്ട് പോവാം. എങ്ങോട്ട്? നിന്റെ വീട്ടിലേക്ക്. അങ്ങോട്ട് ചെന്നാ മതി. മുറ്റത്ത് കാല് കുത്തും മുമ്പ് അച്ഛൻ വെട്ടുകത്തിയായിട്ട് ചാടി ഇറങ്ങും. അങ്ങനെയൊക്കെ ഷോ കാണിക്കും. നമ്മളത് മൈൻഡ് ചെയ്തിരുന്നാ മതി. എന്തായാലും ഞാനില്ല, എനിക്കതിനുള്ള ധൈര്യമൊന്നുമില്ല. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഒരു 5-6 കുട്ടികളൊക്കെ ആയി കഴിയുമ്പോ അവരെയൊക്കെ പെറുക്കിയെടുത്തോണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. എന്താ? ചിക്കൻ കറി കുറച്ചുകൂടെ എടുത്ത് കഴിക്ക്. നാത്തൂന്റെ സ്പെഷ്യൽ വിഭവമല്ലേ. ഇതത്ര ശരിയായ രീതിയല്ല. മുരളിയേട്ടൻ നിർബന്ധിച്ചതുകൊണ്ടാ. ഏത് രീതിയാ നിനക്ക് പിടിക്കാത്തത്? ചിക്കൻ കറിയുടെ കാര്യമാണോ? ഇത്തിരി എരിവ് കുറവെന്നല്ലേ ഉള്ളൂ. അയ്യോ, കുറവാണെങ്കിലേ അങ്ങ് സഹിച്ചോണോ. ഇത്രയൊക്കെ ഒപ്പിച്ച പാടെ എനിക്കേ അറിയൂ. ആ കുഞ്ഞിപ്പെങ്ങളെ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല, അറിയാവോ? അയ്യോ, ഞാൻ ഫുഡിന്റെ കാര്യമല്ല പറഞ്ഞ്. എല്ലാം അസലായിട്ടുണ്ട്. എന്നാ താങ്ക് യു. നമ്മൾ രണ്ടാളും മാത്രം ഇരുന്ന് കഴിക്കുന്നത് അത്ര ശരിയായ രീതിയല്ലെന്നാ ഞാൻ പറഞ്ഞ്. ഒന്നും സാരമില്ല. മിക്കവാറും ഞാൻ ഒറ്റയ്ക്കിരുന്നല്ലേ കഴിക്കാറ്. ഇനി അങ്ങനൊന്നും പറ്റില്ല. അതെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയായിട്ടങ്ങ് കൂട്ടിയാ മതി. ഇനി ഗൗരിച്ചേ നമ്മളോടൊപ്പം കഴിച്ചോളും. എന്നാ ഞാനങ്ങ് എണീക്കുക. ഞാനും കഴിഞ്ഞു. അയ്യോ, ചേച്ചി പൊക്കോ, ഞാൻ എടുത്തു വെച്ചോളാം. ഉറുമിപ്പിക്കൂ, ഞാൻ എടുത്തോളാം. ഇന്നിപ്പൊ ഞാൻ കഴുകിക്കൊള്ളാം. നാളെ മുതൽ തന്നത്താ എല്ലാം ചെയ്തേക്കണം. അതെന്താ ഇന്നത്തേക്കൊരിളവ്? നാളെ ഞാൻ ബാംഗ്ലൂർക്ക് പോവല്ലേ. പിന്നെ നാത്തോൻ ഇവിടെ കിടന്ന് പാടുപെടും. അത് ശരി. ചുമ്മാ അല്ല അടുക്കള കിടന്ന് ആറാടിയതും എന്നെ ഇങ്ങോട്ട് അടുപ്പിക്കാത്തതും. പാവ ഉറുമി ഒറ്റയ്ക്കെല്ലാം ചെയ്യുന്നത്. അത് പിന്നെ കല്യാണം കഴിഞ്ഞ വീട്ടിലെ നാത്തൂമാർ ഇതൊക്കെ ചെയ്യണ്ടേ? ഞാനും കൂടി സഹായിക്കുറുമേ. വേണ്ട വേണ്ട, ഞങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞേ എല്ലാം കഴുകി പെറുക്കി വെച്ചു കഴിഞ്ഞാ അടുക്കള ഭരണം ഞാൻ അങ്ങോട്ട് കൈമാറും. അത് സന്തോഷത്തോടെ സ്വീകരിച്ചോണം. ഈ അമ്മായിയമ്മ മരുമോൾ പോരൊക്കെ ഞങ്ങക്ക് പ്രതീക്ഷിക്കാമോ നാത്തൂനെ? അതൊക്കെ പഴഞ്ചൻ രീതികളല്ലേ. ഇപ്പോഴത്തെ ട്രെൻഡിങ് വേറെയാ. അവര് തമ്മിൽ ഭയങ്കര കമ്പനി ആയിരിക്കും. ബഹളവും കണ്ണുരുട്ടലും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അമ്മ ഒരു പാവോ, മനസ്സിലൊന്നും വെക്കില്ല, തുറന്നടിച്ചങ്ങ് പറയും. അതാ സ്വഭാവം. എന്റെ ഭാഗത്തുനിന്ന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഉറുമി അത് പേടിക്കണ്ട. ഞാൻ അങ്ങനൊന്നും കരുതി പറഞ്ഞതല്ല, ഒന്നും മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോണം, അതാ ഞാൻ ഉദ്ദേശിച്ചേ. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ഇനി അടുത്ത ആളെ ഓമയാ. അവൾക്ക് എപ്പോഴും സ്നേഹവും കൂറും ദേവിയേച്ചിയോടാ. ഏട്ടത്തിന്ന് ഇപ്പോഴും അവള് പറയുന്നേ. സത്യം എന്താന്ന് അവൾക്ക് അറിയത്തില്ലല്ലോ. അവർ രണ്ടുപേരും ഭയങ്കര കമ്പനിയായിരുന്നു. മുരളിയേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്.
ഏട്ടത്തെ പുറത്ത് ചാടിച്ചിട്ട് അകത്തേക്ക് കടന്നുകൂടിയ ആളായിട്ടാ അവള് കാണുന്നത്. അതവളുടെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അവഗണിച്ചാ മതി, അതാ നല്ല മാർഗം. ഈ കാര്യമാക്കുന്നെന്ന് കണ്ടാലേ അവള് പിന്നെ അങ്ങനെ തന്നെ ചെയ്തോണ്ടിരിക്കും. അത് തന്നെ എന്റെയും തീരുമാനം. എന്നോടുള്ള ദേഷ്യം കൊണ്ടല്ലല്ലോ, ദേവികയോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാ അവൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് എനിക്കറിയാം. ആളൊരു മണ്ടൂസ. കുറച്ച് ശുണ്ടിയും വാശിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. നയത്തിലൊന്ന് ഒതുക്കി പിടിച്ച് കൂടെ നിർത്തിയാ മതി, പിന്നെ ചുറ്റിപ്പറ്റി നിന്നോളും. അവൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പണ്ട് ഞാനിവിടെ വന്നപ്പോ പറഞ്ഞിട്ടുള്ളതാ. ആ, അതൊക്കെ അന്ന്. ഇപ്പോഴേ ശത്രുപക്ഷത്തെ സ്ഥാനം, അത് മറക്കണ്ട. ആ, ഇനി എന്നെ കുറിച്ച് ഞാൻ തന്നെ പറയാം. ആ, അറിയണമെന്നില്ല. അതെന്താ? താല്പര്യമില്ല, അതുകൊണ്ടാ. അതെ, നന്നായിട്ട് ഇടപെട്ടാ ഞാനും അതുപോലൊക്കെ തന്നെയാ. അതല്ലെങ്കിലേ ഭാർഗവിയുടെ മോളാ, പിന്നെ പിടിച്ചാലൊന്നും കിട്ടത്തില്ല. നീ ഇപ്പോഴേ എങ്ങനെയായാലും എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ ഒരാളുടെ കാര്യം കൂടെ പറയാനുണ്ടല്ലോ, അത് പറയുന്നില്ലേ? ആ ആളിനെ കുറിച്ച് എന്നെക്കാട്ടി നന്നായിട്ടങ്ങ് അറിയാലോ. ബാക്കിയൊക്കെ അനുഭവിച്ചങ്ങ് മനസ്സിലായിക്കോ. നാളെ രാവിലെ ഞാൻ അങ്ങോട്ടൊന്ന് പോയാലോ എന്ന് വിചാരിക്കുക. എന്താ നിന്റെ അഭിപ്രായം? എങ്ങോട്ട്? നിന്റെ ഭാര്യ വീട്ടിലേക്ക്. അല്ലാതെ എങ്ങോട്ടാ? അമ്മ എന്തിനാ നാളെ അങ്ങോട്ട് വന്നു? വെറുതെ, ബന്ധുവീടല്ലേ, ചുമ്മാ ഒന്ന് പോയിട്ട് വരാം. എന്തോ കൊണഷ്ട് പണി ഒപ്പിക്കാനാ അമ്മയുടെ ഈ പോക്ക്. നീ എന്താ ഒന്നും പറയാത്തെ? അമ്മ ഇപ്പൊ അങ്ങോട്ട് പോണ്ട, എല്ലാം ഒന്ന് ആറ് തണുക്കട്ടെ. എല്ലാം ഒന്ന് പറഞ്ഞ് തണുപ്പിക്കാനാടാ ഞാൻ അങ്ങോട്ട് പോണേ. അത് വേണ്ട. അമ്മ ഇപ്പൊ അങ്ങോട്ട് ചെന്നാലേ അതൊക്കെ അങ്ങ് ആളി കത്തത്തേ ഉള്ളൂ. പ്രത്യേകിച്ച് അമ്മ ചെല്ലുമ്പോ അങ്ങനെ സംഭവിക്കത്തുള്ളൂ. എന്നാ നീയും അവളും കൂടി നാളെ അങ്ങോട്ടൊന്ന് പോ. ചേടാ, ഇത് വലിയ നിർബന്ധമാണല്ലോ. ഉടനെ അങ്ങോട്ട് പോകണമെന്ന് അമ്മയ്ക്ക് ഇത്ര നിർബന്ധം എന്താ? ഓ എടാ പൊട്ടാ, നീ ആ വീടുമായി തെറ്റിപ്പിരിഞ്ഞ് ഇങ്ങനെ നിന്നാ കിട്ടാനുള്ളത് വലുതും കിട്ടുവോ? അപ്പൊ അതാണ് ഉദ്ദേശം. ആ, അത് തന്നെ ഉദ്ദേശം. നീ ഒരു ആവേശത്തിനെ അങ്ങോട്ട് ചെന്ന് ഉടുതുണി മാത്രമുള്ള ഒരു പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് പോന്നതാ. അങ്ങനെ ചെയ്താൽ എല്ലാം തികഞ്ഞെന്നാണോ നിന്റെ വിചാരം? ആവേശം പുഴുങ്ങി ഉരുട്ടി തിന്നാലേ ആമാശയത്തിന്റെ ആക്രാന്തം തീരില്ല. വിശപ്പ് മാറണമെങ്കിലേ കാശ് മുടക്കണം. നല്ല രീതിയിൽ ജീവിക്കണമെങ്കിലും കാശ് വേണം. അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ? ആ, അതൊന്നും പിന്നത്തേക്ക് വെക്കേണ്ട കാര്യമല്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം, അല്ലെങ്കിലേ ആ ചൂടങ്ങ് പോകും. ഞാൻ അതേ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. അമ്മ പോയി കിടക്കാൻ നോക്ക്. എനിക്ക് നല്ല ഉറക്കം വരുന്നു. ഇരിക്കവിടെ. എങ്ങോട്ടാ നീ ഓടണത്? ഒരു പെണ്ണകത്തുണ്ടെന്ന് വെച്ച് ഇപ്പോഴേ കയറി കഥ കടച്ച് കുറ്റിയിടാൻ പോവാണോ? അവിടെ ഇരിക്കുന്ന സ്വർണം പണ്ടൊക്കെ നേരത്തെ കൈക്കലാക്കിയില്ലെങ്കിലേ ഇവളുടെ ആങ്ങളെ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണെ അത് മുച്ചൂട്ട് മിഴുങ്ങും. പിന്നെ നിന്റെ കാര്യം ഗോവിന്ദ, മനസ്സിലായോ? വണ്ണോ പൊണ്ണത്തോ ഉണ്ടെന്നല്ലാതെ വീണ്ടും വിചാരത്തോടെ എന്തെങ്കിലും ചെയ്യാനുള്ള ബുദ്ധി ഇല്ലാതായി പോയല്ലോ. ഇനി അവളുടെ തലേണമന്ത്രം കേട്ട് മനസ്സ് മാറുന്നതിന് മുമ്പേ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കണം. നീ എന്താണോ ഒന്നും മിണ്ടാത്തെ? നിന്റെ വായിക്കകത്ത് കൊഴുക്കട്ട പുഴുങ്ങാൻ വെച്ചിരിക്കുകയാണോ? അവളുടെ അച്ഛൻ ഇവിടെ സംസാരിക്കാൻ വന്നപ്പോ അമ്മ എന്തൊക്കെയാ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? വെറുതെ പറഞ്ഞൊക്കെ ഞാൻ അപ്പോഴേ അങ്ങ് മറക്കും. എന്നാ ഞാൻ മറന്നിട്ടില്ല. ഇനി സ്ത്രീധനത്തിന്റെ കാര്യം മിണ്ടിപ്പോരുത്. അതിനെപ്പറ്റി പറയുന്നതന്നെ എനിക്ക് കലിയ. മോളൊരു തങ്കക്കുടവാ, അവളെ മാത്രം ഇങ്ങ് തന്നാ മതി, അവളൊരു മഹാലക്ഷ്മിയാ എന്നൊക്കെയല്ലേ തട്ടിവിട്ടത്. ഇങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞു. എന്നാ അതൊരു ഓണത്തിന് തള്ളിയതാ. വാസു കൊച്ചേട്ടന്റെ മനസ്സ് നൽകട്ടെ എന്ന് കരുതി തട്ടിവിട്ടതാ, അത്രേ ഉള്ളൂ. എന്റെ പൊന്നുപോൻ ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുവായിരുന്നോ? എന്നാ കേട്ടോ, ഞാൻ ഇതൊക്കെ പറഞ്ഞത് തന്നെയാ, ഒന്നും മറന്നിട്ടുമില്ല. അന്തസ്സോടെ കല്യാണം നടത്തിയേ ഇങ്ങോട്ട് കൊണ്ടുവരാണോ നീ ചെയ്തത്?
ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ സ്വർണം മുഴുവൻ അവളുടെ കഴുത്തിൽ കിടക്കൂലായിരുന്നോ? അമ്മ, അതിന് ഞാനാണോ കുറ്റക്കാരൻ? പിന്നെ ഞാനാണോ? നീ തന്നെയല്ലേ ആ മൂദേവിയെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത്? ഞാൻ ആരെയും വിളിച്ചോണ്ട് വന്നിട്ടില്ല. എങ്ങനെയായാലും ആ മൂദേവി ഇവിടെ ഒന്ന് കേറിയോ? അതുകൊണ്ടല്ലേ ഈ കല്യാണം മുടങ്ങിയത്. നേരെ ചൊവ്വേ കല്യാണം നടന്നിരുന്നെങ്കിലേ ആ വീടിന്റെ മൂലക്കല്ല് വരെ ഞാൻ ഇളക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നേനെ. അപ്പോ ഇതൊക്കെയായിരുന്നു ഭാർഗവിയുടെ ഉള്ളിലിരിപ്പ്. എടാ, നയത്തി നിന്ന നടക്കല്ല് വരെ ഇളക്കാന്ന് നീ കേട്ടിട്ടില്ലേ? അങ്ങോട്ട് കയറി ചെല്ലുമ്പോ പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടാവും. അതൊന്നും നീ കാര്യാക്കണ്ട. തഞ്ചത്തിനും താളത്തിനൊക്കെ നിന്ന് അകത്ത് കയറി പറ്റണം. പിന്നെ അടപടലം അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. അതാ ചെയ്യേണ്ടത്. ഡാ, അവക്ക് എത്ര ശമ്പളമുണ്ട്? എനിക്കറിയാൻ വയ്യ. നിനക്കറിയാം, പറയടാ. ഒരു 10-15,000 കാണും. അത്രേ ഉള്ളൂ? ഞാൻ കരുതി 19,000 കാണുമെന്ന്. ഇതെനിക്ക് ചന്ദ്രോത്ത് കിട്ടുന്നതിന് പകുതി പോലും ഇല്ലല്ലോ. ആ പ്രതീക്ഷ ആസ്ഥാനത്തായി. കെട്ടിയൊരുങ്ങി പോകുന്നതിന് ഈ കിട്ടുന്നു കൂടാതെ ഇനി കടം കൂടി വാങ്ങേണ്ടി വരുമല്ലോ എന്റെ ഈശ്വര. നക്കാപ്പിച്ച ഉള്ളെങ്കിലും അത് അവളുടെ കയ്യിൽ കിട്ടുമ്പോ നീ വാങ്ങിച്ചു വെച്ചോളണം. എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല. എന്താ? അവള് ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്നതേ അവളുടെ ഇഷ്ടത്തിന് ചെലവാക്കാനാ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നാട്ടുനടപ്പ് അനുസരിച്ചേ കെട്ടിയോൾക്ക് കിട്ടുന്ന ശമ്പളം കെട്ടിയോന്റെ കയ്യിൽ കൊടുത്ത് ഏൽപ്പിക്കണം. മുരളേട്ടാ വന്നേ, സമയം ഒരുപാടായി. നിനക്ക് ഉറക്കം വരുന്നെങ്കിൽ നീ പോയി കിടന്നുറങ്ങിക്കോ. ഞങ്ങൾക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. അതൊക്കെ ഇനി നാളെ പറയാം. ഇന്നത്തെ രാത്രിയെ കൊച്ചു വർത്താനം പറയേണ്ടത് മോനും അമ്മയും അല്ല, മോനും മരുമോളുവാ.